ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു സിമ്പിൾ സ്വീറ്റ് സ്നാക്കാണ് കേട്ടോ. ഇത് സ്വീറ്റ് ആയതുകൊണ്ട് ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്, ടേസ്റ്റും അടിപൊളിയാണ്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ അവരെയൊക്കെ സൽക്കരിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ അവലുണ്ട തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 240 ml കപ്പിന് 3 കപ്പ് ബ്രൗൺ നിറത്തിലുള്ള അവിലാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെയുള്ള വളരെ നേർത്ത അവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബ്രൗൺ കളറിലുള്ള അവില് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. വൈറ്റ് കളർ അവിലാണെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മളുടെ കയ്യിൽ ഏത് ടൈപ്പ് അവിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ അവിലെടുത്ത് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പം ബ്രൗൺ നിറത്തിലുള്ള അവിലാണ്, അതും വളരെ നേർത്ത അവിലാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ എടുക്കുന്ന അവിലെന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി അവിലായിരിക്കണം. നമ്മൾ സാധാരണ അവിൽ വിളയിക്കുമ്പോഴും അവിലുണ്ടാക്കി തയ്യാറാക്കുമ്പം അവിലൊന്നും കഴുകിയിട്ടൊന്നും അല്ലല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന അവില് വളരെ നീറ്റായിരിക്കണം, നല്ല വൃത്തിയുള്ള അവിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിലുണ്ട നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആദ്യം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അല്പം നെയ്യൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ അണ്ടിപ്പരിപ്പ്, ഒരു 3 സ്പൂൺ എള്ളും എടുത്തിട്ടുണ്ട്. ഈ കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതൊന്ന് അതിനകത്തേക്ക് ചേർക്കുന്ന സമയത്തൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 240 ml കപ്പിന് 1 കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ ശർക്കര, ഇതേപോലെയുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത ശർക്കര പാനിയാണ്. അതിൽ നിന്ന് ഞാൻ 1 കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കുക. കൂടുതലും മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവ് ശർക്കര ചേർത്ത് കൊടുക്കുക. നമുക്ക് ഈ അവിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതേപോലെയുള്ള അല്പം നെയ്യൊക്കെ ചേർത്തിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഈ നെയ്യ് ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അവിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അവിലിട്ട് കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. തീയൊക്കെ കുറച്ച് വയ്ക്കണം, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഈ നെയ്യൊക്കെ ഈ അവിലിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. അപ്പോഴത്തേനും ഇത് നല്ലപോലെ റോസ്റ്റായി കിട്ടും. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ അല്പം നെയ്യൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അവിലുണ്ട തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിലുണ്ട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ അവിൽ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നെയ്യ് ചേർക്കുന്നത് താല്പര്യം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാകും ഇതിൻ്റെ ടേസ്റ്റ്. നമ്മളിത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ഡയറക്റ്റ് അങ്ങോട്ട് ശർക്കര പാനിയിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണമെന്ന് മാത്രം. അവിലിവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. കണ്ട നോക്കൂ, ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചു നോക്കണം. പൊടിച്ചു നോക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന പരുവമായാൽ നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാൻ പോവുകയാണ്. തേങ്ങയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയൊക്കെ ഞാൻ റോസ്റ്റ് ചെയ്ത് എടുത്തതാണ്, അതുകൊണ്ട് അത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തായിട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിനൊരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരട്ടെ കേട്ടോ. തേങ്ങ ഇവിടെ ഞാൻ നന്നായിട്ട് ബ്രൗൺ നിറത്തിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും ബ്രൗൺ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കേടാകാതെ ഇരിക്കും. ഈ തേങ്ങയുടെയൊക്കെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് മാറിക്കിട്ട്. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയാണ്. റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. എള്ളെടുത്തിരുന്നത് അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. കഴുകി വൃത്തിയാക്കി എടുത്ത എള്ളാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. മുഴുവൻ ഒഴിച്ചിട്ടില്ല, ഞാനൊരു 3/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് മധുരം പോരാതെ വരുവാണെങ്കിൽ ബാക്കി കൂടെ ഞാൻ ചേർക്കും കേട്ടോ. ബാക്കിയുള്ള ശർക്കരയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് നിറച്ചും ശർക്കര പാനി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തേങ്ങയും അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, എള്ള ഇതെല്ലാം കൂടെ ഈ ശർക്കര പാനിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം.
ഈ ശർക്കര പാനി ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ, ഇതൊന്ന് തിക്കായിട്ട് കിട്ടണം. ഇത്രയും ഡ്രൈ ആയാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവിലില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. അവിൽ ഞാൻ പൊടിച്ചിട്ടൊന്നും അല്ല ചേർക്കുന്നത്, റോസ്റ്റ് ചെയ്ത് അതേപോലെ തന്നെയാണ് ഡയറക്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാവരും പൊടിച്ചിട്ടൊക്കെയാണ് ചേർക്കുന്നത്, ഞാൻ ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള അവിലുണ്ട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് അല്പം തണുത്തതിന് ശേഷം ബോൾസാക്കി എടുക്കാം. തണുത്തിട്ട് ബോൾസാക്കിയാൽ മതി, അല്ലെങ്കിൽ കൈ പൊള്ളും കേട്ടോ. കയ്യിൽ അല്പം എണ്ണയോ നെയ്യോ തടവി കൊടുത്താൽ മതി. ഇത്രയും വലിപ്പമുള്ളൊരു ബോൾസാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാ ബോളും ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. ഇത്തിരി ചൂടുണ്ട് കേട്ടോ. അവൽ റോസ്റ്റ് ചെയ്തിട്ട് പൊടിക്കാതെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് ആവുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ബോൾസാക്കി എടുക്കട്ടെ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അവിലുണ്ട് ഇവിടെ റെഡിയായി. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമുള്ള അവിലുണ്ടയാണ്. ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. മിക്കവാറും ഈ രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കി കൊടുക്കുന്നത്. എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമാണ്. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്